ഇന്ന് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സാമ്പാർ പൊടി എങ്ങനെയാണ് വീട്ടിൽ ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം. കല്യാണ സദ്യയിലേക്കൊക്കെ സാമ്പാർ പൊടി ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഇത് വെച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കിയാൽ. ഇതിലേക്ക് ഇനി വേറെ ഇത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. സാമ്പാറിലേക്ക് വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദ്യം തന്നെ ഞാനിതാ ഇരുമ്പ് ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും ചുവട് കട്ടിയുള്ള ചട്ടിയിൽ വേണം കേട്ടോ എല്ലാം വറുത്തെടുക്കാൻ. അപ്പോൾ അതൊരു 5 ടേബിൾ സ്പൂണ് മല്ലിയാണ് വറുത്തെടുത്തിട്ടുള്ളത്. മല്ലി ഇതാ ഇതുപോലെ ഒന്ന് പൊട്ടുന്ന ആ ഒരു പരുവത്തിൽ ആയി വന്നാൽ നമുക്കിത് കോരി മാറ്റി വെക്കാം. മാത്രമല്ല മല്ലി വറുത്തെടുക്കുന്ന സമയത്ത് നല്ലൊരു മണം വരും കേട്ടോ, ആ ഒരു വറുത്ത മണം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇത് കോരിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് വെക്കാം. അപ്പോൾ എല്ലാ ചേരുവകളും നമ്മൾ ഇതുപോലെ ഓരോന്നായിട്ട് വേണം കേട്ടോ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഓരോന്നിൻ്റെയും വറവ് വ്യത്യസ്തമായിരിക്കും. പിന്നെ വറവൊക്കെ ഏകദേശം ഒരുപോലെ ഉള്ളതൊക്കെ നമ്മൾ ഒരുമിച്ചിട്ട് വറുത്തെടുക്കുക. അപ്പോൾ മല്ലി ആദ്യം തന്നെ ഇതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 12 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. സാമ്പാർ പൊടിക്ക് നല്ല കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിന് പകുതി നിങ്ങൾക്ക് ഒരു 6 or 5 വറ്റൽമുളക് കാശ്മീരി മുളക് എടുത്താലും മതിയിട്ട് എന്നാൽ കളറ് കിട്ടും. അപ്പോൾ ഞാനിവിടെ ചെയ്തിട്ടുള്ളത് ഒരു 4 മുളക് കുരുവോട് കൂടിയിട്ടും ബാക്കിയുള്ള മുളകൊക്കെ ഞാൻ ഒന്ന് അറ്റം കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കുരുവൊക്കെ ഒന്ന് കളഞ്ഞിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് മുഴുവനും കുരുവോട് കൂടിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സാമ്പാർ പൊടിയിൽ എരിവ് കൂടി പോവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുരു ഒഴിവാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ഒരു 4 എണ്ണമൊക്കെ മതിട്ടോ. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ്. അതുകൊണ്ട് ഒരു 4 എണ്ണ കുരുവോട് കൂടിയിട്ട് എടുത്തിട്ടുള്ളൂ. 4 or 5 എണ്ണമൊക്കെ. ബാക്കി കുരുവൊക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സാമ്പാർ പൊടിക്ക് കളറും കിട്ടും, കുറച്ച് അതുപോലെ എരിവും പാകമായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു കുരുവൊക്കെ നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ. പൊട്ടിച്ചെടുത്തതിൻ്റെ ഉള്ളിലുള്ള കുരുവാണ്. അപ്പോൾ അതവിടെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഒന്ന് പൊട്ടുന്ന പരുവത്തിലായി വന്നപ്പോൾ കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഒരു 3 ടേബിൾ സ്പൂണ് കടലപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഉഴുന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുഴുവൻ ഉഴുന്നാണ് കേട്ടോ. അപ്പോൾ കടലപ്പരിപ്പിനും ഉഴുന്നിനും ഏകദേശം ഒരേ വറവാണ്. അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കുക. ഇത് ഒരു പൊട്ടുന്ന ഒരു പരുവത്തിലായി കിട്ടണം കേട്ടോ. അപ്പോൾ കടലപ്പരിപ്പൊക്കെ നമുക്ക് ഉഴുന്ന് പരിപ്പൊക്കെ കടിച്ച് നോക്കിയാൽ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് കോരി മാറ്റി വെക്കാം. ഒരുപാട് അങ്ങ് കളറ് ചേഞ്ച് ആവരുത്. ഈ ഒരു പരുവത്തിലായി കിട്ടിയാൽ മതി കേട്ടോ. ഇപ്പോൾ ഇത് പൊട്ടുന്ന ഒരു പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിതും കോരി മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് 1.5 ടീസ്പൂൺ മട്ടരി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. മട്ടരിയോ ഉണങ്ങലരിയോ എടുക്കാം കേട്ടോ. ഒരുപാട് വേണ്ട, ഇത്രയും തന്നെ മതി കേട്ടോ. ഈ ഒരു അളവിലേക്ക് 1.5 ടീസ്പൂണാണ് ഒരു കറക്റ്റ് അളവ്. അപ്പോൾ അത് നന്നായിട്ട് വറുത്തെടുക്കുക. അരി ഒന്ന് പൊരിഞ്ഞ് വരണം കേട്ടോ. അരിയുടെ വറവ് എല്ലാവർക്കും അറിയാവുന്നത് തന്നെ ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് പൊരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കോരി മാറ്റി വെക്കാം. കരിയരുത്. തീ കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമ്മൾ 1/2 ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. അതും നമ്മൾ ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഉലുവ മൂത്ത് കഴിഞ്ഞാൽ ഒന്ന് പൊട്ടി വരും കേട്ടോ. ആ ഒരു സമയത്ത് നമുക്ക് എടുത്താൽ മതി, കരിഞ്ഞു പോകരുത്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കളറ് മാറി പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്കിത് കോരി മാറ്റി വെക്കാം. ഇനി അടുത്തത് ഒരു പിടി കറിവേപ്പില എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കറിവേപ്പിലയും നമ്മൾ തൊട്ട് നോക്കിയാൽ ഒന്ന് മൊരിഞ്ഞ് വരണം കേട്ടോ. പൊടിയണം, ആ ഒരു പരുവത്തിലായി കിട്ടണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അത്യാവശ്യം ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് നന്നായിട്ട് ചൂടുണ്ടാവും. അപ്പോൾ അതിൽ വെച്ചിട്ട് തന്നെ കുറച്ച് സമയം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു പൊട്ടുന്ന കയ്യിലോണ്ട് ഇങ്ങനെ തൊട്ട് നോക്കിയാൽ പൊട്ടുന്ന പരുവത്തിലാകുമ്പോൾ നമുക്ക് കോരി മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു സാധനം കൂടിയേ വറുത്തെടുക്കാനുള്ളൂ, കായം. അപ്പോൾ കായം വറുത്തെടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിലല്ല കേട്ടോ, വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം കായം പെട്ടെന്ന് മൂത്ത് കിട്ടാൻ നമ്മൾ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുക. വെളിച്ചെണ്ണയിലാവുമ്പോൾ കായം ഒന്ന് നന്നായിട്ട് വീർത്ത് വരും. പെട്ടെന്ന് തന്നെ അതങ്ങ് മൊരിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ എണ്ണയൊന്നും ഇല്ലാതെ കായം വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉൾഭാഗത്ത് ചെറുതായിട്ട് ചിലപ്പോൾ ഇങ്ങനെ ഒരു അലിഞ്ഞ പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമുക്കത് പൊടിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് മൂത്ത് കഴിഞ്ഞാലേ ഉള്ളൂ കായം നന്നായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാ ചേരുവകളും ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് ബോട്ടിലാക്കിയിട്ട് കുറേ നാൾ സൂക്ഷിച്ച് വെക്കാം കേട്ടോ. 1 മാസമൊക്കെ സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് കറക്കി എടുത്താൽ നമ്മുടെ അടിപൊളി സാമ്പാർ പൊടി റെഡിയായി. ഇനി നമുക്കിതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. പിന്നെ ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.